പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. മാളു, മോള് ഇവിടെ നിൽക്കണാ? എന്തേലും വേണേ കുഞ്ഞമ്മയോട് പറയണേ. മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. എനിക്കൊന്നും വേണ്ട കുഞ്ഞമ്മ. അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ. എന്തേലും വേണേ കുഞ്ഞമ്മയോട് തന്നെ പറയണേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പഠിക്കാൻ പോവാ. കുഞ്ഞമ്മയും കൂടെ വരാം. എനിക്ക് തന്നെ ഇരുന്ന് പഠിക്കുന്ന ഇഷ്ടം കുഞ്ഞമ്മ. എന്നാ ഇവിടെ നിൽക്കണ്ട, വാ പോയി പഠിക്കാം. വേണ്ട, ഞാൻ ഇവിടെ കുറച്ചേരം നിന്നിട്ട് വരാം. മോള് നിൽക്കണേ, കുഞ്ഞമ്മ ഇവിടെ തന്നെ നിൽക്കാം. വേണ്ട കുഞ്ഞമ്മ, എന്നാ നമുക്ക് അകത്തേക്ക് പോവാം. ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. കുഞ്ഞമ്മയും കൂടി ഇരിക്കാം. എനിക്ക് പഠിക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടം. ശരി, പഠിച്ചോ. കുഞ്ഞമ്മ പ്ലീസ്, എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ. ഞാൻ എന്നെ കുറച്ചേരം ഒന്ന് വെറുതെ വിടുവോ? എന്റെ ഫോണല്ലേ അടിക്കുന്നത്. എന്നാ മോളിരുന്ന് പഠിക്കും. കുഞ്ഞമ്മ പോയിട്ട് വരാം. വരട്ടോ. അപ്പൂപ്പ നേരത്തെ എന്നോട് എന്തോ കാര്യം പറയാൻ വന്നില്ലായിരുന്നോ? അതെന്താ? അപ്പൂപ്പൻ്റെ കൂടെ മോള് ഇരിക്കണേണ്ട, നോക്കടെ അച്ഛൻ ഇഷ്ടപ്പെടുവോ? അച്ഛൻ പുറത്തു പോയി. ഞാൻ അപ്പൂപ്പനോട് കാര്യം പറയട്ടെ. ഇവിടെ എല്ലാവരും എന്നെ എന്തോ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുവാ. ഞാൻ അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. എന്തോ ജയിലിൽ കിടക്കുന്ന പോലത്തെ ഒരു ഫീലാ. അപ്പൂപ്പൻ പറ, എന്താ എന്നോട് പറയാൻ വന്നേ? ആവണി എന്നോട് പറഞ്ഞു, മോള് ആവണിയുടെ മുഖത്ത് നോക്കണില്ല, സംസാരിക്കണില്ല എന്നൊക്കെ. അതെന്താന്ന് ചോദിക്കാൻ വന്നതാ. അമ്മ എന്തൊക്കെയോ മറക്കുന്നുണ്ട് അപ്പൂപ്പ. നേരത്തെ കുഞ്ഞമ്മയ്ക്ക് അമ്മയോട് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. പക്ഷെ ഇപ്പോ കുഞ്ഞമ്മ എന്ത് പറഞ്ഞാലും അമ്മ അത് അനുസരിക്കും. അത് അമ്മയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ടായതുകൊണ്ടല്ലേ? മോള് പറഞ്ഞ ശരിയാ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും ആവണിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നേ തോന്നുന്നു. മോളുടെ അച്ഛനമ്മയും ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ മോളത് പുറത്തു പറയുമോ അതോ മറച്ചു വയ്ക്കുമോ? ആവണി അങ്ങനൊരു അവസ്ഥയില്ല. ഞാൻ അവളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. അത്ര വലിയ പ്രശ്നം എന്താ അപ്പൂപ്പ? പറയാം മോളെ, അതിനൊരു പരിഹാരം കണ്ടിട്ട് പറയാം. മോളൊരു കാര്യം മനസ്സിലാക്കണം. മോളുടെ അമ്മയെ ഇവിടെ എല്ലാവരും കൊല്ലാക്കൊല ചെയ്തിട്ടും ഞാൻ അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? മക്കളെ ഓർത്തിട്ടാണ്. അവളിപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ മോളവളെ തള്ളി പറഞ്ഞപ്പോൾ അവൾക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെ മുന്നിലും ധൈര്യം അഭിനയിച്ചാലും അവളൊരു പാവ. മക്കളെ, നിങ്ങളാണ് അവളുടെ ലോകം. ഒരു ദിവസം എല്ലാ കാര്യവും അമ്മ മോളോട് പറയും. മോള് അതിനോട് സമയം കൊടുക്കും. നോക്കമ്മ, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? മോഹനേട്ടൻ പറഞ്ഞത് തന്നെയാ സത്യം. നമ്മളൊന്ന് മാറിയപ്പോഴേക്കും കൊച്ചിനെ വിളിച്ച് സ്വകാര്യം പറയാം. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞോ? മോളെ, മോള് കൊണ്ടു വന്നേ. മോള് ഇയാളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. മോളെ നോക്കാനേ മോളുടെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മ, പുറത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതാ കൊച്ച്. എല്ലാരും പണിയിലാണെന്ന് മനസ്സിലാക്കി കൊച്ചിനെ വിളിച്ച് നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കില്ല ശിവദാസ. നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ലെന്ന് അവൾക്കിപ്പോ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അവളിപ്പോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. മോളെ വാ, മോളിനി ഒറ്റയ്ക്ക് എങ്ങും ഇരിക്കണ്ട. അമ്മുമ്മ കൂടെ ഇരിക്കാം. അഞ്ജു, നീ ഇവളെയും കൂട്ടി താഴോട്ടില്ലേ. മോള് വെക്കോ. വാ മോളെ, ഞങ്ങളുടെ കൊച്ചിനെ മനസ്സ് മാറ്റാൻ വന്നേക്കുക. എന്താണ് ശിവദാസ, കൊച്ചുമോളുടെ മനസ്സ് മാറിയപ്പോ മൊത്തത്തിലൊരു മൂകത. അവളെ എല്ലാ സത്യവും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും യശോദാമ്മേ. സത്യം മനസ്സിലാക്കിയ സമയമാണല്ലോ ഇത്. അതുകൊണ്ടാണല്ലോ അവൾ അവളുടെ അമ്മയെ പോലും അടുപ്പിക്കാത്തത്.
നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാൻ ശോതാമേ. എന്നാലാണല്ലോ ഇതൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ ഞങ്ങൾക്കും കാണാനൊരു രസം ഉണ്ടാവുള്ളൂ.